ഹലോ, ഇന്നൊരു മാംഗോ അച്ചാറാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഇത് കട്ട് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഓരോ ബുദ്ധിമുട്ട് കാരണമാണ് വീഡിയോസ് എടുക്കാനും പറ്റുന്നില്ല. പിന്നെ നമ്മുടെ കണ്ടൻറ്റ് ഈ കുക്കിങ്ങും ഗാർഡനിങ്ങും ആയത് കാരണം തന്നെ ബാക്കിയുള്ള വീഡിയോസൊന്നും ഞാൻ ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഓരോ ബുദ്ധിമുട്ടും കാരണമായിട്ട് വീഡിയോസ് ഇങ്ങനെ നേരം വഴുകി പോവാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ നല്ലെണ്ണ ഒഴിച്ച് നല്ലെണ്ണ നല്ല ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചിയും കറിവേപ്പിൻ്റെ ഇട്ട് നല്ലൊന്ന് മൂത്ത് വരുമ്പോൾ ഞാൻ ഇവിടെ അച്ചാർ പൊടിയാണ് കേട്ടോ, നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന അച്ചാറും പൊടി ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അച്ചാറും പൊടി നല്ലൊന്ന് ചൂടായതിൻ്റെ ശേഷം മാങ്ങ കട്ട് ചെയ്തത് ഞാൻ അതിലേക്ക് കൊട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പിട്ട് വെച്ചതുണ്ട്, അല്ലാത്തതും ഉണ്ട് കേട്ടോ. മാങ്ങ അതിൽ ചനച്ചതും പിന്നെ പച്ചയും കുറച്ച് നേരിയ മധുരം വെച്ച മാങ്ങയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാതും കൂടി അപ്പോൾ ഇങ്ങനെ ചനച്ച മാങ്ങ അച്ചാറിടുമ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി പഞ്ചസാര ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ കടുകും ഉലുവയും കൂടി പൊടിച്ച പൊടി ഞാൻ 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ അച്ചാറും പൊടിയിൽ കായത്തിൻ്റെ ഇതുള്ളത് കാരണമാണ് ഞാൻ സെപ്പറേറ്റ് ഇട്ട് കൊടുക്കാത്തത് കേട്ടോ. മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് ഞാൻ സുർക്കയൊക്കെ ഒഴിച്ച് അപ്പോൾ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് പൊടി കുറവുണ്ടെങ്കിൽ അച്ചാറും പൊടി ലേശം കൂടി ഇട്ട് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തിട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇതാ അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് കുപ്പിയിലോട്ടൊക്കെ ആക്കിയിട്ട് ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പൂപ്പലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു ട്രിക്ക് ഇതാണ് കേട്ടോ. ഒന്നില്ലെങ്കിൽ ചൂടാക്കിയിട്ട് എണ്ണ ഇതിൻ്റെ ടോപ്പിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറേ ദിവസം നമുക്ക് കേടുകൂടാതെ പൂപ്പൽ വരാതെ അച്ചാർ ഇരിക്കും. ഇനി നിങ്ങൾക്ക് മൂടിയിലും വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക, അതായത് ലിഡിൽ കുറച്ച് തടവി കൊടുക്കുക കേട്ടോ. എന്നിട്ടത് അടച്ച് വെച്ചാൽ മാങ്ങയ്ക്ക് ഒരു കേടും വരില്ല. ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് കേടൊന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.